മുറ്റത്ത് കുഞ്ഞു മാവിൻ്റെ മുകളിൽ നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇയാൾ മൂത്തുന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ കൊലയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ കൊലയായിട്ട് വരും, പക്ഷേ ചൂട് കാരണമൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ കുമ്മായിട്ട വെള്ളമാണ് ഞാൻ കൂടുതൽ ഒഴിച്ചു കൊടുക്കാറ്. ഒരു കുമിൾ നാശിനി പോലെ കുമ്മായാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ മാവ് എനിക്ക് വെച്ച് തന്നത് തൊട്ട അയൽവക്കത്തെ അബൂക്കറാപ്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഈ മാവും തയ്യ്. അപ്പോൾ നിറയെ പ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 കൊല്ലം മുന്നെയാണ് കായിട്ട് തുടങ്ങിയത്. ഈ വർഷമാണ് നിറയെ പൂത്തതും കായ വന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകളാണ് എനിക്കുണ്ടാവുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാങ്ങയും പിന്നെ അതുപോലെ തന്നെ ഒരു മാവും തയ്യും, ചെറിയൊരു മാവും തയ്യിൻ്റെ മുകളിൽ നിറയെ മാങ്ങ വെച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഇന്ന് പഴയ കാലത്തെ പോലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ ഇന്ന് ഉണ്ടോയെന്ന് അറിയില്ല. കുട്ടികളായാലും വലിയവരായാലും സുഹൃത്ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഴയ പോലെ തന്നെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയിട്ടൊക്കെ ജീവിക്കാനായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ തന്നെ പഠിപ്പിക്കുക. അതുപോലെ നമ്മളും അതുപോലെ തന്നെ പെരുമാറുക. അപ്പോൾ ഒന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് കടിക്കാൻ തോന്നി. അപ്പോൾ ഒരു കണ്ണിമാങ്ങ ഞാൻ അടുത്ത് കഴിച്ചു. പുളിയില്ല കേട്ടോ, തീരെ അധികം പുളിയൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. നല്ല പോലെ കഴമ്പുണ്ട് മാങ്ങയ്ക്ക്. ഇനി പഴുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.